ശുദ്ധജലക്ഷാമം അനുഭവപ്പെടുന്ന ശ്രീനാരായണപുരം ഉൾപ്പെടെയുള്ള പഞ്ചായത്തുകളിൽ പ്രാദേശിക കുടിവെള്ള പദ്ധതികൾ ആരംഭിക്കാൻ തീരുമാനം. കയ്പമംഗലം ഇ.ടി. ടൈസൺ എം.എൽ.എയുടെ നേതൃത്വത്തിൽ ഗ്രാമപഞ്ചായത്തുകളുടെ സഹകരണത്തോടെയാണ് പദ്ധതികൾ നടപ്പിലാക്കുക. പ്രാദേശിക ശുദ്ധജല സ്രോതസ്സുകളും ഉപയോഗശൂന്യമായ വാട്ടർ ടാങ്കുകളും പദ്ധതിക്കായി ഉപയോഗിക്കും. ഓരോ പ്രദേശത്തേക്കുള്ള കുടിവെള്ളം അതാത് പ്രദേശത്തു നിന്നും പമ്പ് ചെയ്യുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. പ്രാദേശിക കുടിവെള്ള വിതരണ പദ്ധതികൾക്കായുള്ള പ്രോജക്റ്റ് തയ്യാറാക്കാൻ പഞ്ചായത്തിന് നിർദ്ദേശം നൽകിയതായി ഇ.ടി. ടൈസൺ എം.എൽ.എ അറിയിച്ചു. കടലും പുഴയും അതിരിടുന്ന കയ്പമംഗലം മണ്ഡലത്തിൽ ശുദ്ധജലത്തിനായി വാട്ടർ അതോറിറ്റിയുടെ ജലവിതരണ സംവിധാനത്തെ ആശ്രയിക്കുന്ന ആയിരക്കണക്കിന് കുടുംബങ്ങളുണ്ട്. പലപ്പോഴും ജലവിതരണം തടസ്സപ്പെടുന്നത് മൂലം കുടിവെള്ളക്ഷാമം രൂക്ഷമായി അനുഭവപ്പെടാറുണ്ട് ഇവിടങ്ങളിൽ. ദേശീയപാത 66ന്റെ നവീകരണം ആരംഭിച്ചതോടെ ജലവിതരണം താറുമാറായ അവസ്ഥയിലാണ്. ഈ സാഹചര്യത്തിലാണ് എം.എൽ.എയുടെ നേതൃത്വത്തിൽ പ്രാദേശിക ജലവിതരണ പദ്ധതികൾക്ക് രൂപം നൽകുന്നത്. കേരള വാട്ടർ അതോറിറ്റി കുടിവെള്ള വിതരണത്തിനുള്ള ശ്രമങ്ങൾ അവരുടെ ഭാഗത്ത് നടത്തുന്നുണ്ട്. പക്ഷേ ആ ശ്രമങ്ങൾ വേണ്ടത്ര വിജയിക്കുന്നുണ്ടോ എന്നുള്ള ഒരു സംശയമാണ് ഞങ്ങൾക്കുള്ളത്. അപ്പോൾ പൊതുവെ ഞങ്ങളൊരു ചാനലൊന്നും മാറ്റണമെന്ന് ആഗ്രഹിക്കുകയാണ്. ഇപ്പോൾ തന്നെ എടത്തിരുത്തി പഞ്ചായത്ത് രാമംകുളം കുടിവെള്ള പദ്ധതി 4, 5, 6 വാർഡുകളിൽ ആവശ്യമായിട്ടുള്ള കുടിവെള്ളം അവിടെ നിന്ന് തന്നെ പമ്പ് ചെയ്യാനുള്ള ഒരു മാർഗം ഞങ്ങൾ ആദ്യം ഒരു പൈലറ്റ് പ്രോജക്റ്റായിട്ട് എടുത്തു. അത് നല്ല വിജയമായി. ഇപ്പോഴാണെങ്കിൽ ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്ത് കുടിവെള്ള ക്ഷാമമുള്ള സ്ഥലത്ത് അവിടെയുള്ള ഇപ്പോഴുള്ള വാട്ടർ ടാങ്ക്, നല്ല വാട്ടർ ടാങ്കുകളുടെ ശുദ്ധജലവും ലഭ്യമാണ്. അതുപോലെ കിണറും നല്ല സോഴ്സായിട്ട് നമുക്ക് വെള്ളം എടുക്കാൻ പറ്റും. അങ്ങനെ വരുമ്പോൾ അത്തരം സാധ്യതകൾ പ്രയോജനപ്പെടുത്താൻ കഴിയുമെന്നുള്ള ഗൗരവപ്പെട്ട ആലോചന അവർ നടത്തുന്നുണ്ട്. അവരൊരു പ്ലാൻ തയ്യാറാക്കുന്നുണ്ട്. ആ പ്ലാനിൻ്റെ ഭാഗമായിട്ട് പ്രാദേശിക കുടിവെള്ള വിതരണം നന്നാക്കി കൊണ്ടുപോകാൻ കഴിയുന്ന രീതിയിലുള്ളൊരു ശ്രമം ആരംഭിക്കുകയാണ്. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ.